Hi, Namaste, welcome back viewers, welcome back to my channel WinTrader. ടൈം ഫ്രെയിം ചൂസ് ചെയ്യുന്നതിന് നമ്മുടെ ട്രേഡിങ്ങിൽ വളരെയധികം വാലബിലിറ്റി ഉണ്ട്. ഇപ്പോൾ ഏത് മാർക്കറ്റായിക്കോട്ടെ, സ്റ്റോക്ക് മാർക്കറ്റ് ആയിക്കോട്ടെ, ഓപ്ഷൻ ആയിക്കോട്ടെ, ക്രിപ്റ്റോ ആയിക്കോട്ടെ, അതേപോലെ ഫോറക്സ് ട്രേഡിംഗ് ആയിക്കോട്ടെ, ഏത് മാർക്കറ്റിലാണെങ്കിലും ടൈം ഫ്രെയിം കറക്റ്റ് ടൈം ഫ്രെയിം ചൂസ് ചെയ്തതിന് നമുക്ക് ലോസിലേക്ക് പോകും. ഇപ്പോൾ എക്സാമ്പിൾ ഒരു ഷെയറിൻ്റെ ഒരു വാല്യൂ നമ്മൾ 1 മിനിറ്റ് ടൈം ഫ്രെയിം ഉപയോഗിച്ച് നോക്കിക്കപ്പെടുന്നെങ്കിൽ നമുക്ക് സിഗ്നലും കറക്റ്റ് ആയിരുന്നു, ബ്രേക്കൗട്ടും പോയി, നമ്മൾ ആക്ച്വലി കറക്റ്റ് ഡിസിഷൻ എടുത്തിട്ട് നമ്മൾ ട്രേഡ് എടുത്തു. അതേപോലെ ആ ഒരു ഷെയറിൻ്റെ ആ വാല്യൂ നമുക്ക് നമ്മൾ 5 മിനിറ്റ്സിലിട്ട് നോക്കിയപ്പം അത് മാർക്കറ്റ് ഡൗൺ ആവുന്നതായിട്ടാണ് കണ്ടത്. അപ്പോൾ ട്രേഡേഴ്സ് ഇപ്പം നമ്മൾ മിസ്റ്റേക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുന്ന സമയത്ത് ആക്ച്വലി കറക്റ്റ് ആയിരിക്കും. നമ്മുടെ ഡിസിഷൻ പ്രകാരം നോക്കുന്ന നമ്മൾ ചാർട്ട് അനാലിസിസ്, നമ്മളെ ക്യാൻഡിൽസ്റ്റിക് അല്ലെ ബാർ ചാർട്ട് ഏത് പാറ്റേൺ ആയിക്കോട്ടെ നമ്മൾ നോക്കുമ്പോൾ കറക്റ്റാണ്, ബ്രേക്കൗട്ടും പോകുന്നുണ്ട്, നമ്മൾ എൻട്രി എടുത്തു, പക്ഷേ എന്നിട്ടും നമുക്ക് റിവേഴ്സ് പോയിട്ടുണ്ടാകും. നമുക്ക് കൂടുതലും നമ്മൾ മിസ്റ്റേക്ക് ചെയ്യുന്ന പറഞ്ഞാൽ ടൈം ഫ്രെയിം ചൂസ് ചെയ്യുന്നതിലാണ്. ഇപ്പോൾ എക്സാമ്പിൾ എൻ്റെ എക്സാമ്പിൾ നമ്മൾ ഏത് സ്റ്റോക്ക് മാർക്കറ്റിലാണെങ്കിലും ബാങ്ക് നിഫ്റ്റി ഏതിലാണെങ്കിലും ഞാൻ കമ്പയർ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഏത് ടൈം ഫ്രെയിം ഏത് മാർക്കറ്റിൽ എപ്പോൾ ചൂസ് ചെയ്യണം, എങ്ങനെ എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരാം. അപ്പോൾ അതേപോലെ തന്നെ കറക്റ്റായിട്ടൊരു എൻട്രിയും എക്സിറ്റും നമ്മുടെ സോഫ്റ്റ്വെയർ കാണിച്ചു തരുന്നുണ്ട്. കറക്റ്റ് ബ്രേക്കൗട്ടും നമുക്ക് ആക്ച്വലി മാർക്കറ്റ് ലോസ് പോകുന്നതിന് മുമ്പ്, അതായത് റിവേഴ്സ് പോകുന്ന എക്സിറ്റ് ചെയ്യാനുള്ളൊരു ഇൻഡിഫിക്കേഷൻ നമ്മുടെ സോഫ്റ്റ്വെയർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം മാർക്കറ്റ് അതായത് ഡൗണിലേക്ക് പോകാൻ ചാൻസ് ഇല്ല, ഇവിടെ ഷോർട്ട് ചെയ്യണം, ലോങ് ചെയ്യണം, നമുക്ക് ഈ ടൈം ഫ്രെയിം നോക്കുമ്പം കമ്പയർ ചെയ്തിട്ട് നോക്കുമ്പോൾ കുറച്ചുകൂടെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് കുറച്ചുകൂടി എളുപ്പമുണ്ട്. അത് എങ്ങനെയാണ് ഞാൻ നോക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ഞാൻ എക്സാമ്പിൾ ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയിലൂടെ കാണിച്ചു തരാം. അതേപോലെ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ നിഫ്റ്റിയും നല്ലൊരു അപ് ട്രെൻഡാണ് ഇന്ന് പോയിരുന്നത് രാവിലെ തൊട്ടേ. അതേപോലെ TCS നോക്കുകയാണെങ്കിൽ ഗ്യാപ്പിൽ ഓപ്പൺ ആയി രാവിലെ കയറിയിട്ട് പിന്നെ കുറച്ചൊന്ന് ഇറങ്ങിയിട്ട് തിരിച്ച് എഗെയിൻ കയറിയിട്ടുണ്ട്. അപ്പോൾ 1 സൈഡ് മൊമെൻറ്റ് തന്നെയാണ് അതിനും കിട്ടിയത്. സെയിം ഭാരതി എയർടെൽ നോക്കുകയാണെങ്കിലും അതിനും ഇന്ന് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 1 മിനിറ്റും 5 മിനിറ്റ്സും നമ്മൾ കമ്പാരിസണും കൂടെ ഞാൻ കാണിച്ചു തരാം. അതേപോലെ നമുക്ക് ആക്ച്വലി എങ്ങനെയാണൊരു സക്സസ്ഫുൾ ആയി ട്രേഡ് ഏത് മാർക്കറ്റിലായിക്കോട്ടെ നമ്മുടെ സോഫ്റ്റ്വെയർ സപ്പോർട്ട് ചെയ്യുന്നതെന്നുള്ള ലൈവായിട്ട്, അതായത് ലൈവ് ഡെമോ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഡീറ്റെയിൽസിലാണ് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ വെബ്സൈറ്റ് ടെസ്റ്റിമോണീസ്, ക്ലയൻറ്റ് പ്രോഫിറ്റ് സ്ക്രീൻഷോട്ട് എല്ലാം ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇപ്പോൾ കാണിക്കുന്ന ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടാണ്. ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇപ്പോഴത്തെ ലൈവ് റേറ്റ് നിങ്ങൾക്ക് ഈ കോർണറിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഈ ഗ്രീൻ കളർ അപ്പാർ ഇത് ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഗ്രീൻ കളർ അപ്പാർ, ഇതാണ് ബൈ സിഗ്നൽ, ഈ റെഡ് കളർ ഡൗൺ ആരോ ആണ് സെല്ല്. അപ്പോൾ സിഗ്നൽസ് വരുമ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ ഡീറ്റെയിൽസ് എല്ലാം, അതായത് ഇപ്പോൾ ഒരു പുതിയ സിഗ്നൽസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സോഫ്റ്റ്വെയർ ഡീറ്റെയിൽസ് ഇപ്പം കറണ്ടായിട്ട് ഇപ്പോൾ ഏത് സിഗ്നലാണോ ഇപ്പോൾ നടക്കുന്നത് അതിൻ്റെ ടൈമിങ്, ഡേറ്റ്, അതേപോലെ തന്നെ അതിൻ്റെ എൻട്രി പോയിൻറ്റ്, ടാർഗറ്റ്സുകൾ 3 താഴെ കൊടുത്തിട്ടുണ്ടാകും. ഇത് കൺഫർമേഷൻ ആണെന്ന് നോക്കിയിട്ട് മാത്രം എൻട്രി എടുക്കുക. അപ്പോൾ അതായത് സിഗ്നൽ നേരെ കയറി എടുത്തു അങ്ങനെയല്ല, സിഗ്നൽ കൺഫർമേഷൻ ചെക്ക് ചെയ്യുന്നത് വളരെ ആവശ്യമാണ്. കൺഫർമേഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടി ക്യാൻഡിൽ കളർ നോക്കണം. ഫസ്റ്റ് നമുക്ക് സിഗ്നൽസ് വന്നു കഴിഞ്ഞാൽ ക്യാൻഡിൽ കളർ ഗ്രീനിലേക്ക് വരണം, താഴെ ഗ്രീൻ വരണം, പ്രൈസും ബൈസോൺ വരണം. അപ്പോൾ ഇതിപ്പോൾ ബൈ സിഗ്നൽ വന്ന സമയത്ത് കൺഫേം അല്ല, ഇവിടെയാണ് ഗ്രീൻ ആയത്, താഴെ ഗ്രീനായി, ബൈസോണും വന്ന് റെസിസ്റ്റ് ചെയ്ത ലെവലിൽ ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പോയിൻ്റാണ് നമ്മൾ എൻട്രി എടുക്കേണ്ടത്. അപ്പോൾ ആ സമയത്ത് നോക്കുകയാണെങ്കിൽ 47,503 നമ്മൾ എൻട്രി എടുത്ത് നേരെ മാർക്കറ്റ് പോയി കയറിയിട്ട് കുറച്ചൊന്ന് ഇറങ്ങി പിന്നെ തിരിച്ച് കയറി. അപ്പോൾ ഇവിടെ ചെറിയ ഡൗണിഷ് ഉണ്ടായിരുന്നു, പക്ഷേ നമ്മുടെ സോഫ്റ്റ്വെയർ 5 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ നമുക്ക് അവിടെ ആക്ച്വലി ഒരു ബൈ സിഗ്നൽ, ആക്ച്വലി ഒരു സെൽ സിഗ്നൽ തന്നിട്ടില്ല, ഡൗൺ കുറച്ച് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അവിടെ ഒരു 1 മിനിറ്റിൽ, അപ്പോൾ ആ സമയത്ത് 1 മിനിറ്റിൽ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ചെറിയൊരു സെല്ലും പോയിട്ടുണ്ട്. അപ്പോൾ ചെറിയ പോയിന്റ് എടുത്ത് എക്സിറ്റ് ചെയ്യാനുള്ളൊരു വകുപ്പ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ നോക്കുകയാണെങ്കിൽ അത് സ്ട്രോങ് ഒരു സെല്ലല്ല, അത് തിരിച്ച് കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ 1 മിനിറ്റ് ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുന്നവർ ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താ വിചാരിക്കുന്നത്, ഇപ്പോൾ സിഗ്നൽസ് വന്നു, ഇവിടെ കൺഫേം ആയി, ഇവിടെ ബ്രേക്കൗട്ടും പോയിട്ടുണ്ട്, പക്ഷേ ഒരുപാട് താഴ്ത്തിറങ്ങിയിട്ട് നമ്മൾ എൻട്രി എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇറങ്ങി കഴിഞ്ഞിട്ട് എടുക്കുകയാണെങ്കിൽ മാർക്കറ്റ് അവിടെ തിരിച്ചു കയറും. അപ്പോൾ നമുക്ക് 5 മിനിറ്റ്സിൽ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുമ്പോൾ അവിടെ ഒരു പ്രോപ്പറായിട്ടൊരു ഡൗൺ ട്രെൻഡ് ഇല്ല. അപ്പോൾ അവിടെ ഒരു ഫേക്കാണ്, അത് തിരിച്ചിറങ്ങിയിട്ട് തിരിച്ച് കയറാൻ ചാൻസ് ഇല്ല. അതുകൊണ്ടാണ് 5 മിനിറ്റ്സിൽ അവിടെ ഒരു സെല്ല് തരാത്തത്. അപ്പോൾ സെയിം ആയിട്ട് അതേപോലെ തിരിച്ചു കയറി മാർക്കറ്റ് ഇപ്പോഴും കയറിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ ട്രേഡേഴ്സിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ കൺഫർമേഷൻ വന്ന് ബ്രേക്കൗട്ട് ഈ പോയ സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഓപ്ഷനിൽ എടുക്കുമ്പോൾ 47,500 അല്ലെങ്കിൽ 400 നമുക്ക് കോൾ ഓപ്ഷൻ എടുക്കാം. അത് നമുക്കിവിടെ ആഡ് ചെയ്ത് വെച്ചാൽ മതി. വ്യൂവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിൾസിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഓപ്ഷൻ അല്ലെങ്കിൽ നിഫ്റ്റി ഓപ്ഷനിൽ ബാങ്ക് നിഫ്റ്റി ഓപ്ഷൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് വീക്ക്ലി ഓപ്ഷൻ ഏതാണ് 47,500 ആണ്, 500 ആഡ് ചെയ്യുക. അപ്പോൾ അത് ഡയറക്റ്റ് ആയിട്ട് ബാങ്ക് നിഫ്റ്റി വീക്കിലിയുടെ 47,500. അപ്പോൾ ഏതാണ് കോൾ ഓപ്ഷൻ വേണ്ട 400 ഏതാണ് ഇവിടെ ആഡ് ചെയ്ത് വെച്ചാൽ മതി. അത് ഓപ്പൺ ചെയ്യുന്ന റൈറ്റ് ക്ലിക്ക്, ചാർട്ട് വിൻഡോ,
അതേപോലെ 5 മിനിറ്റ്സ് ടൈം ഫ്രെയിം കൊടുക്കുക. ടെംപ്ലേറ്റിൽ നിന്ന് 8.1 ഓപ്ഷൻസ് ഇങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ ബൈസിക്കിൾ വന്നിരിക്കുന്ന 10 മണിക്കാണ്. 10 മണിക്ക് വന്ന ബൈസിക്കിൾ 361 ആണ്. 3 ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട്. 3 ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. നമുക്ക് സിഗ്നൽസ് വന്ന സമയത്ത് നേരെ 361 തന്നെ ബ്രേക്ക് ഔട്ടായി അപ്രോക്സിമേറ്റ് ആയിട്ട് പോയി നമുക്ക് ആക്ച്വലി മാർക്കറ്റ് കയറിയത് ഈ ഒരു പോയിന്റ് വരെ 517 വരെ പോയിട്ട് മാർക്കറ്റ് തിരിച്ച് പിന്നെ ഇറങ്ങി 426 വരെ പിന്നെയും കയറി. അപ്പോൾ ഇവിടുന്ന് രണ്ടാമത് ബ്രേക്ക് ഔട്ട് 483 നമുക്ക് പിടിക്കുമായിരുന്നു. അവിടെ നേരെ മാർക്കറ്റ് കയറി 581 വരെ പോയിട്ടുണ്ട്. ആ ഒരു ബ്രേക്ക് ഔട്ട് നല്ല ഹ്യൂജ് ബ്രേക്ക് ഔട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ നോക്കുകയാണെങ്കിൽ 147 പോയിൻറ്റ്സോളം ഇപ്പം നമുക്ക് പ്രോഫിറ്റിൽ നിൽക്കുകയാണ്. നല്ലൊരു ഹ്യൂജ് പ്രോഫിറ്റ് നമ്മൾ ആക്ച്വലി ഇവിടെ നിന്ന് ഏൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതേപോലെ നോക്കുകയാണെങ്കിൽ TCSനെ നോക്കുകയാണെങ്കിലും ഇതേപോലെ തന്നെ ഗ്യാപ്പിൽ ഓപ്പൺ ആയ ശേഷം മാർക്കറ്റ് ചെറുതായിട്ട് ഇറങ്ങി തിരിച്ച് കയറി. അപ്പോൾ സിഗ്നൽ കൺഫേംഡ് ആയിരുന്നു. ബ്രേക്ക് ഔട്ടും പോയി രാവിലെ തന്നെ പ്രോഫിറ്റ് അടിച്ചു, അതും തിരിച്ച് കയറി. അപ്പോൾ TCSൽ അവിടെ 1 മിനിറ്റ് ടൈം ഫ്രെയിം വെച്ച് നോക്കുമ്പോൾ അവിടെ ഒരു ചെറിയ ഡൗൺ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഡൗൺ വന്ന് സിഗ്നൽ കൺഫേം ആയി ബ്രേക്ക് ഔട്ടിന് പോകുന്ന സിറ്റുവേഷനിലായിരിക്കും നമുക്ക് മാർക്കറ്റ് ചിലപ്പോൾ റിവേഴ്സ് പോകുന്നത്. പക്ഷേ സിഗ്നൽ കൺഫേം നമ്മുടെ അനാലിസിസ് വെച്ച് നോക്കുമ്പോൾ നമ്മളവിടെ കറക്റ്റാണ്. നമ്മുടെ സിഗ്നൽസ് വന്ന് കൺഫേം ആയി ബ്രേക്ക് ഔട്ടും പോകാൻ തുടങ്ങും, നമ്മൾ എൻട്രി എടുക്കും. പക്ഷേ ആ എൻട്രി എടുക്കുന്ന സമയത്താണെങ്കിൽ ചിലപ്പോൾ റിവേഴ്സ് പോകുന്നത്. അപ്പോൾ അതിന് ഇക്വിറ്റി മാർക്കറ്റിന് എപ്പോഴും 5 മിനിറ്റ്സ് ടൈം ഫ്രെയിം വെച്ച് ട്രേഡ് ചെയ്യുക. കമോഡിറ്റീസിലാണെങ്കിൽ നമുക്ക് ആക്ച്വലി 15 മിനിറ്റ്, ഫോറക്സിലാണ് 30 മിനിറ്റ്സ് 1 അവർ അതൊക്കെയാണ് സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. 5:15 മുകളിൽ ടൈം ഫ്രെയിം സെറ്റ് ചെയ്യുക. അതിനർത്ഥം ചെറിയ ടൈം ഫ്രെയിമിൽ ട്രേഡ് എടുക്കാൻ പാടില്ലെന്നില്ല. പക്ഷേ ടൈം ലിമിറ്റ് ഉണ്ട്. ഇപ്പോൾ സ്കാൽപ്പിങ്ങിനാണ് റിസ്കിൽ ബാങ്ക് നിഫ്റ്റിക്കൊക്കെയാണ് രാവിലത്തെ ഒരു ട്രേഡിൽ നല്ലൊരു പ്രോഫിറ്റ് ലഭിക്കാനുള്ള സാധ്യത 1 മിനിറ്റിലും ഉണ്ട്. അപ്പോൾ ചെറിയൊരു പോയിന്റ് എടുത്ത് എക്സിറ്റ് ചെയ്യുക. അത് റിസ്കിൽ എടുക്കണം. രാവിലെ ഒരു 11 മണിക്ക് മുമ്പ്, പിന്നെ ക്ലോസിങ്ങിലൊരു നമുക്ക് 2 മണിക്ക് ശേഷം മാർക്കറ്റ് നല്ലൊരു ട്രെൻഡിങ് ആയിട്ട് നമുക്ക് 1 മിനിറ്റിലൂടെ ഓപ്ഷൻസിൽ ചെറിയൊരു പ്രോഫിറ്റ് നമുക്ക് എക്സിറ്റ് ചെയ്യാനുള്ള ഒരു പ്രോഫിറ്റ് അതിൽ നിന്ന് എപ്പോഴും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതേപോലെ നമുക്ക് എടുക്കുകയാണെങ്കിൽ ഇത്രയും മാത്രം നമുക്ക് ആ രാവിലത്തെ ഒരു ബ്രേക്ക് ഔട്ടിൽ നല്ലൊരു ട്രേഡ് എടുക്കാം. ചെറിയ ട്രേഡ് എടുത്ത് നമുക്ക് പെട്ടെന്ന് എക്സിറ്റ് ചെയ്യാം. പക്ഷേ സിഗ്നൽസ് വന്ന് ബ്രേക്ക് ഔട്ട് പോയി കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആക്യുറസി ലെവൽ കൂടും. അപ്പോൾ അതിന് ടൈം ഫ്രെയിം വെക്കുന്നതിന്, അതായത് ഏത് മാർക്കറ്റിലാണെങ്കിലും ഏത് കറക്റ്റ് ടൈം ഫ്രെയിം വെക്കണം. ഇക്വിറ്റിയിലാണ് 5 മിനിറ്റ്സ് ആണ് വെക്കേണ്ടത്. കമോഡിറ്റീസിലാണ് 15 മിനിറ്റ്. അതേപോലെ ഫോറക്സിലാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 31 അവർ 1 അവർ 4 അവറൊക്കെയാണ് കൂടുതൽ ആക്യുറസി വരുന്നത്. മിനിമം 15 മിനിറ്റ് മുകളിൽ, 15 മിനിറ്റ് താഴോട്ട് ഫോറക്സ് മാർക്കറ്റിൽ വെക്കാനേ പാടില്ല. 5 മിനിറ്റ്സ് ഒക്കെ സ്കാൽപ്പിംഗ് ആണ്. 15ഉം നമുക്ക് വലിയൊരു അതായത് റിവേഴ്സിന് ചാൻസ് ഉണ്ട്. എന്നാലും അത് ഏറ്റവും കൂടുതൽ നമുക്ക് 30, അതായത് മുകളിലുള്ള ടൈം ഫ്രെയിമാണ് നമുക്ക് ഫോറക്സ് മാർക്കറ്റിന് എപ്പോഴും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അതേപോലെ ഇന്നത്തെ നിഫ്റ്റിയുടെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിക്കും ഇതേപോലെ തന്നെയാണ്. കഴിഞ്ഞ ദിവസം വന്ന ബൈയുടെ കണ്ടിന്യൂഷൻ ആയിട്ട് റെസിസ്റ്റ് ചെയ്ത് ബ്രേക്ക് ചെയ്ത് നേരെ കയറി എൻട്രി പോയിന്റ് ടാർഗറ്റൊക്കെ സോഫ്റ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. റീ എൻട്രി ലെവൽ, അതായത് മാർക്കറ്റ് കണ്ടിന്യൂഷൻ ആണ്, റീ എൻട്രി ലെവൽ കൊടുക്കും. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സിഗ്നൽസ് വന്ന് ബ്രേക്ക് ഔട്ട് പോയ സിറ്റുവേഷൻ നമുക്ക് 21,746. അപ്പോൾ ഇന്ന് 500 കോൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ നിഫ്റ്റിയുടെ. അപ്പോൾ അത് കഴിഞ്ഞ ദിവസം വന്ന ബൈയുടെ തന്നെ കണ്ടിന്യൂഷൻ ആയിട്ട് സെയിം പോയതാണ്. റെസിസ്റ്റ് ചെയ്ത ലെവൽ 311 ബ്രേക്ക് ഔട്ട് പോയിട്ടുണ്ട്. അവിടെ നേരെ മാർക്കറ്റ് കയറി 506 വരെ പോയിട്ട്, അപ്പോൾ 320 പോയിൻറ്റ്സോളം നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ഹ്യൂജ് പ്രോഫിറ്റാണ് നമുക്ക് ആക്ച്വലി ഇന്നത്തെ നിഫ്റ്റിയിലൂടെയും ബാങ്ക് നിഫ്റ്റിയിലൂടെയും നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിന് കോൺടാക്ട് ചെയ്യാം. ലൈവ് ഡെമോ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താഴെയായിട്ട്. അപ്പോൾ അതിൽ കോൾ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ലൈവ് ഡെമോ, ഫ്രീ ലൈവ് ഡെമോ കിട്ടുന്നതാണ്. താങ്ക് യു.